പ്രേം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് സെപ്റ്റംബർ മാസം 1 മുതൽ 15 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഓസ്ട്രേലിയക്കെതിരെ അണ്ടർ-19 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി ഓൾറൗണ്ടറാണ് മുഹമ്മദ് ഇനാൻ. ഓസ്ട്രേലിയക്കെതിരെ അണ്ടർ-19 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി ഓൾറൗണ്ടർ ആരാണ്? മുഹമ്മദ് ഇനാൻ. നെക്സ്റ്റ്, ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ചോദിച്ചാൽ ഏതാണ്? ചെന്നൈ. ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരമാണ് ചെന്നൈ. അടുത്ത 2024 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർ ചോദിച്ചാൽ ആരാണ്? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടീം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടീമാണ് 2024 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കൾ. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റാണ് ഡ്യൂറന്റ് കപ്പ്. 2024 മോഹൻ ബഗാനെ തോൽപ്പിച്ചിട്ടാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടീം ജേതാക്കളായത്. ഫൈനൽ മത്സരം നടന്നത് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് കരിയർ കോച്ചിനെ അവതരിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ലൈഫോളജി. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് കരിയർ കോച്ചിനെ അവതരിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ചോദിച്ചാൽ ഏതാണ്? ലൈഫോളജി. ആ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരാണ് ലെയ AI. തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ബ്രസീലിൽ നിരോധനം ഏർപ്പെടുത്തിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ചോദിച്ചാൽ ഏതാണ്? എക്സ്. ട്വിറ്ററിന്റെ പുതിയ പേരാണ് എക്സ്. ബ്രസീലിൽ നിരോധനം ഏർപ്പെടുത്തിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? മറവന്തുരത്തിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? മറവൻതുരുത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ പുറത്തിറങ്ങിയത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. അപ്പോൾ ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ പുറത്തിറങ്ങിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കടുത്ത ഭക്ഷ്യക്ഷാമം മൂലം പട്ടിണിയിലായ ജനങ്ങൾക്ക് ഭക്ഷണത്തിനായി മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? നമീബിയ. കടുത്ത ഭക്ഷ്യക്ഷാമം മൂലം പട്ടിണിയിലായ ജനങ്ങൾക്ക് ഭക്ഷണത്തിനായിട്ട് മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യമാണ് നമീബിയ. അടുത്തത്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനായി ചുമതലയേറ്റ വ്യക്തിയാണ് വി സതീഷ് കുമാർ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനായി ചുമതലയേറ്റ വ്യക്തി ചോദിച്ചാൽ ആരാണ്? വി സതീഷ് കുമാർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തിയാണ് എയർ മാർഷൽ തേജീന്ദർ സിംഗ്. അപ്പോൾ എയർ മാർഷൽ തേജീന്ദർ സിംഗ് ആണ് വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത്. അടുത്ത ക്വസ്റ്റ്യൻ, അപരാജിത വ്യുമൺ ആൻഡ് ചൈൽഡ് ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? പശ്ചിമ ബംഗാളാണ്. അപരാജിത വ്യുമൺ ആൻഡ് ചൈൽഡ് ബിൽ 2024 എന്നാണ് ഈ ബില്ലിന്റെ പൂർണ്ണരൂപം. ലൈംഗിക പീഡന കേസുകളിലെ പ്രതികൾക്ക് ജീവപര്യന്തം വരെ തടവ് ശിക്ഷയും ഇര കൊല്ലപ്പെടുകയാണെങ്കിൽ വധശിക്ഷയ്ക്കും വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് അപരാജിത വ്യുമൺ ആൻഡ് ചൈൽഡ് ബിൽ എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. കേരളത്തിലെ 5 ലക്ഷം കർഷകർക്ക് ഗുണമാകുന്ന സ്മാർട്ട് കൃഷി രീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള ലോകബാങ്കിന്റെ അംഗീകാരമുള്ള പദ്ധതിയാണ് കേരള അഗ്രി ട്രാൻസ്ഫർമേഷൻ പ്രോജക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെങ്കിപ്പനി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ചോദിച്ചാൽ ഏതാണ്? കൊളംബിയ. ഡെങ്കിപ്പനി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യമാണ് കൊളംബിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2026 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ഇന്ത്യയാണ്. അടുത്തത്, സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനുള്ള ശ്രമത്തിൽ സിഗ് എന്ന പേരിൽ പുതിയ കറൻസി പുറത്തിറക്കിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? സിംബാബ്വെ. സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനുള്ള ശ്രമത്തിൽ സിഗ് എന്ന പേരിൽ പുതിയ കറൻസി പുറത്തിറക്കിയ രാജ്യമാണ് സിംബാബ്വെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 സെപ്റ്റംബറിൽ മൂവാറ്റുപുഴ പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ പോയാലി മലയിൽ കണ്ടെത്തിയ അപൂർവ ഇനം എട്ടുകാലിയാണ്
ഇന്ത്യൻ സോഷ്യൽ സ്പൈഡർ. അപ്പോൾ മൂവാറ്റുപുഴ പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ പോയാലി മലയിൽ കണ്ടെത്തിയ അപൂർവ ഇനം എട്ടുകാലിയുടെ പേരാണ് ഇന്ത്യൻ സോഷ്യൽ സ്പൈഡർ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ ഏതാണ്? സ്റ്റെഗോഡിഫസ് സരസിനോറം. സ്റ്റെഗോഡിഫസ് സരസിനോറം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 G7 ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ഇറ്റലിയിലെ പുഗ്ലിയാണ്. ഇറ്റലിയിലെ പുഗ്ലിയാണ് 2024 G7 ഉച്ചകോടിയുടെ വേദി. അടുത്ത ബ്രൂണെ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാണ്? നരേന്ദ്രമോദി. അടുത്തത് ലോക വ്യാപാര സംഘടനയുടെ 13ാം മന്ത്രിതല സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെയാണ്? അബുദാബിയിൽ. അപ്പോൾ ലോക വ്യാപാര സംഘടനയുടെ 13ാം മന്ത്രിതല സമ്മേളനത്തിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? അബുദാബി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ചൈന. അപ്പോൾ ലോകത്തിൽ ആദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യമാണ് ചൈന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ബോംബർ വിമാനം ചോദിച്ചാൽ ഏതാണ്? FWD 2008. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ബോംബർ വിമാനമാണ് FWD 2008. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ചെടുത്ത വാക്സിൻ്റെ പേരാണ് ഹിൽകോൾ. 2024 കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ചെടുത്ത വാക്സിൻ്റെ പേര് ചോദിച്ചാൽ ഏതാണ്? ഹിൽകോൾ. ഹിൽകോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 VP സത്യം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസി സോജൻ. അപ്പോൾ 2024 VP സത്യം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസി സോജൻ. അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി ആരംഭിച്ച മൊബൈൽ ആപ്പിന്റെ പേരാണ് ഫായിലോഗ്. അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരേതാണ്? ഫായിലോഗ്. അടുത്ത, ഇന്ത്യ സന്ദർശിച്ച അബുദാബി കിരീടാവകാശിയുടെ പേരാണ് ഷെയ്ഖ് ഖാലിദ് ബിൻമ. ഷെയ്ഖ് ഖാലിദ് ബിൻമയാണ് ഇന്ത്യ സന്ദർശിച്ച അബുദാബി കിരീടാവകാശി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്മാർട്ട് വ്യവസായ നഗര ഇടനാഴിക്ക് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ച കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഏതാണ്? പാലക്കാട്. സ്മാർട്ട് വ്യവസായ നഗര ഇടനാഴിക്ക് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ച കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഒക്ടോബറിൽ നടക്കുന്ന അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിന്റെ 2ാം എഡിഷന് വേദിയാകുന്നത് എവിടെയാണ്? കൊച്ചിയാണ്. 2024 ഒക്ടോബറിൽ നടക്കുന്ന അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിന്റെ 2ാം എഡിഷന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? കൊച്ചിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവയവ ടിഷ്യൂ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള മികച്ച സംസ്ഥാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഏത് സംസ്ഥാനത്തിനാണ്? തമിഴ്നാട്ടിനാണ്. അപ്പോൾ അവയവ ടിഷ്യൂ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള മികച്ച സംസ്ഥാനത്തിനുള്ള അവാർഡ് ലഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? തമിഴ്നാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ട്രോൺ ഡിഫൻസ് ഡോമിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? ഇന്ദ്രജാൽ. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ട്രോൺ ഡിഫൻസ് ഡോമിന്റെ പേരാണ് ഇന്ദ്രജാൽ. നെക്സ്റ്റ്, കേരളത്തിൽ പുതുതായി നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പുലിക്കയത്തിലാണ്. കേരളത്തിൽ പുതുതായി നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പുലിക്കയത്തിലാണ്. അടുത്ത ചോദ്യം നോക്കാം. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മിഷേൽ ബാർണി. മിഷേൽ ബാർണി ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ചോദിച്ചാൽ ആരാണ്? മിഷേൽ ബാർണി. ഫ്രാൻസിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ഫ്രഞ്ച് പ്രധാനമന്ത്രിയാണ് ആര്? മിഷേൽ ബാർണി. അതേപോലെ ഫ്രാൻസിലെ ജോ ബൈഡൻ എന്നറിയപ്പെടുന്ന വ്യക്തി ചോദിച്ചാലും ആരാണ്? മിഷേൽ ബാർണി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ബുക്ക് പരീക്ഷണം നടത്തുന്ന സ്ഥാപനം ചോദിച്ചാൽ ഏതാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തുന്ന സ്ഥാപനമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച
ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന വ്യക്തി ചോദിച്ചാൽ ആരാണ്? അരുണ വാസുദേവ് അടുത്തിടെ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അരുണ വാസുദേവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിക്സ് ട്രേഡ് യൂണിയൻ സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? റഷ്യയിലെ സോജിയിലാണ്. ബ്രിക്സ് ട്രേഡ് യൂണിയൻ സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? റഷ്യയിലെ സോജിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി നിർമ്മിത കൃത്രിമ ബുദ്ധി മോഡൽ ചോദിച്ചാൽ ഏതാണ്? ജിയോ ബ്രെയിൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി നിർമ്മിത കൃത്രിമ ബുദ്ധി മോഡലാണ് ജിയോ ബ്രെയിന്. അടുത്ത കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ചത് ബ്ലസ്സിയാണ്. ബ്ലസ്സി. ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ പാർക്ക് ചോദിച്ചാൽ ഏതാണ്? കവിത സോളാർ പാർക്ക്, ഗുജറാത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ പാർക്കാണ് കവിത സോളാർ പാർക്ക്, ഗുജറാത്ത്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2023 ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അതേപോലെ ഇതിൻ്റെ മൊത്തം ഉൽപാദന ശേഷി ചോദിച്ചാൽ എത്രയാണ്? 30 ജിഗാവാൾട്ടാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ പാർക്ക് ചോദിച്ചാൽ ഏതാണ്? കവിത സോളാർ പാർക്കാണ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് 2023 ഈ ഊർജ പാർക്കിൻ്റെ മൊത്തം ഉൽപാദന ശേഷി ചോദിച്ചാൽ എത്രയാണ്? 30 ജിഗാവാൾട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബിംസ്റ്റെക്കിൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി ചോദിച്ചാൽ ഏതാണ്? പ്രശാന്ത് ചന്ദ്രൻ. ബിംസ്റ്റെക്കിൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റ മലയാളിയാണ് പ്രശാന്ത് ചന്ദ്രൻ. ബംഗാൾ ഉൾക്കടൽ തീരദേശ രാജ്യങ്ങളുടെ സാങ്കേതിക സാമ്പത്തിക സഹകരണ കൂട്ടായ്മയാണ് ബിംസ്റ്റെക്ക്. അങ്ങനെ ബിംസ്റ്റെക്കിൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റ മലയാളിയാണ് പ്രശാന്ത് ചന്ദ്രൻ. നെക്സ്റ്റ്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൽപ്പിത സർവകലാശാല പദവി നൽകി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൽപ്പിത സർവകലാശാല പദവി നൽകാൻ തീരുമാനിച്ച സ്ഥാപനങ്ങളാണ് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും കൊൽക്കത്തയിലെ സത്യജിത്ത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും. അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൽപ്പിത സർവകലാശാല പദവി നൽകാൻ തീരുമാനിച്ച സ്ഥാപനങ്ങളാണ് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും കൊൽക്കത്തയിലെ സത്യജിത്ത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ബെപ്കോ മദ്യത്തിന് വിൽപ്പന അനുമതി ലഭിച്ച കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഏതാണ്? ലക്ഷദ്വീപ്. അപ്പോൾ കേരളത്തിലെ ബെപ്കോ മദ്യത്തിന് വിൽപ്പന അനുമതി ലഭിച്ച കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഏതാണ്? ലക്ഷദ്വീപ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം ക്യാമ്പസുകൾ നിലവിൽ വരുന്നത് എവിടെയാണ്? കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം ക്യാമ്പസുകൾ നിലവിൽ വരുന്നത് എവിടെയാണ്? കൊട്ടാരക്കര. അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? തുഹിൽ കാന്ത പാണ്ഡെ. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് തുഹിൽ കാന്ത പാണ്ഡെ. 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത്. അടുത്ത, സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ഭീഷണിയും അപമാനവും ആക്രമണവും നേരിടുന്നതിൽ ഏറ്റവും മുന്നിലെത്തിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് പുനർവിഭജനത്തിൽ ഏറ്റവും കൂടുതൽ വാർഡ് കൂടിയ ജില്ല ചോദിച്ചാൽ ഏതാണ്? മലപ്പുറം. തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് പുനർവിഭജനത്തിൽ ഏറ്റവും കൂടുതൽ വാർഡ് കൂടിയ ജില്ല ചോദിച്ചാൽ ഏതാണ്? മലപ്പുറം. അടുത്ത, വന്യജീവി പരിസ്ഥിതി മേഖലയിലെ ആഗോള പുരസ്കാരമായ ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരത്തിനർഹനായ ഇന്ത്യൻ വംശജൻ ചോദിച്ചാൽ ആരാണ്? മൈക്ക് പാണ്ഡെ. വന്യജീവി പരിസ്ഥിതി മേഖലയിലെ ആഗോള പുരസ്കാരമായ ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരത്തിനർഹനായ ഇന്ത്യൻ വംശജനാണ് മൈക്ക് പാണ്ഡെ. നെക്സ്റ്റ്, വിമുക്ത ഭടന്മാരെയും കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പ്രൊജക്റ്റ് നമാം. വിമുക്ത ഭടന്മാരെയും കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പ്രോജക്റ്റ് നമാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്തെ ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ്. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്തെ ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് ആരംഭിക്കുന്നത് എവിടെയാണ്? ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്തെ ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് ആരംഭിക്കുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 US ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ചോദിച്ചാൽ ആരാണ്? ആര്യാന സബലങ്കെ. US ഓപ്പൺ വനിതാ വിഭാഗം ജേതാവാണ് ആര്യാന സബലങ്കെ. അമേരിക്കയുടെ ജെസിക്ക പെഗുലെയാണ് ആര്യാന സബലങ്കെ തോൽപ്പിച്ചത്. 2023 US ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ചോദിച്ചാൽ ആരാണ്? കൊക്കോ ഗാഫ് ആണ്. കൊക്കോ ഗാഫ്. അപ്പോൾ 2024 US ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ചോദിച്ചാൽ ആരാണ്? ആര്യാന സബലങ്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഏഷ്യയിലെ ഏറ്റവും ശക്തമായ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റിന്റെ പേരാണ് യാഗി. യാഗി എന്ന കൊടുങ്കാറ്റിന് പേര് കൊടുത്ത രാജ്യം ചോദിച്ചാൽ ഏതാണ്? ജപ്പാൻ. ജപ്പാനാണ് യാഗി എന്ന കൊടുങ്കാറ്റിന് പേര് കൊടുത്തത്. ഏഷ്യയിലെ ഏറ്റവും ശക്തമായ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റാണ് യാഗി. തെക്കൻ ചൈന, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലാണ് യാഗി കൊടുങ്കാറ്റ് നാശനഷ്ടം വിതച്ചത്. നെക്സ്റ്റ്, ഏഷ്യൻ ഒളിമ്പിക് കൗൺസിൽ അധ്യക്ഷനായി നിയമിതനായ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ആരാണ്? രൺധീർ സിംഗ്. ഏഷ്യൻ ഒളിമ്പിക് കൗൺസിൽ അധ്യക്ഷനായി നിയമിതനായ ഇന്ത്യക്കാരനാണ് രൺധീർ സിംഗ്. അടുത്ത, കാപ്പ ബോർഡ് ചെയർമാനായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് പി ഉബൈദ്. കാപ്പ ബോർഡ് ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് പി ഉബൈദ്. എന്താണ് കാപ്പ? കാപ്പ എന്ന് വെച്ചാൽ കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നാണ് കേട്ടോ. കാപ്പ കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആണ് കാപ്പ. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നിയമമാണ് കാപ്പ ആക്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനായിട്ട് നിയമിത ബോർഡാണ് ഈ കാപ്പ ബോർഡ്. കാപ്പ ബോർഡിൻ്റെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ആര്? ജസ്റ്റിസ് പി ഉബൈദ്. നെക്സ്റ്റ്, 2024 US ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ചോദിച്ചാൽ ആരാണ്? യാനിക് സിന്നർ. ഇറ്റലിക്കാരനായ യാനിക് സിന്നർ ആണ് 2024 US ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ്. 2023 ആരാണ് US ഓപ്പൺ നേടിയത്? നൊവാക് ജോക്കോവിച്ച് ആണ് 2023 US ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുടുംബ വിവരങ്ങൾ ഉൾപ്പെടെ അറിയാനായി ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം സജ്ജമാക്കിയ ആപ്പിന്റെ പേരാണ് ഫിംസ്. ഫിംസിന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ ഏതാണ്? ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുക എന്നതാണ് ഈ സിസ്റ്റത്തിന്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പം മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുടുംബ വിവരങ്ങൾ ഉൾപ്പെടെ അറിയാനായിട്ട് ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം സജ്ജമാക്കിയ ആപ്പിന്റെ പേരാണ് ഫിംസ്. ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. നെക്സ്റ്റ്, 2023 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം രൂക്ഷമായ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 3ാം സ്ഥാനമാണ്. 2023 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം രൂക്ഷമായ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 3ാം സ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള രാജ്യം ചോദിച്ചാൽ ഏതാണ്? ബംഗ്ലാദേശ്. സെക്കൻഡ് സ്ഥാനം ചോദിച്ചാൽ ആരാണ്? പാകിസ്ഥാനാണ്. നെക്സ്റ്റ്, ലോക കുതിരയോട്ട ചാമ്പ്യൻഷിപ്പ് പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യക്കാരി ചോദിച്ചാൽ ആരാണ്? നിത അംജും. ലോക കുതിരയോട്ട ചാമ്പ്യൻഷിപ്പ് പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് നിത അംജും. മലപ്പുറം സ്വദേശിയാണ് ഈ നിത. മലപ്പുറം സ്വദേശിയാണ്.
അടുത്ത, ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിത നാണയ മിഷൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിത നാണയ മിഷൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്ന ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലിന്റെ പേരാണ് MSC ക്ലോഡ് ഗാർഡറ്റ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്ന ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലിന്റെ പേരാണ് MSC ക്ലോഡ് ജിറാർഡെറ്റ് എന്നാണ്. അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്ന ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? MSC ക്ലോഡ് ജിറാർഡെറ്റ് എന്നാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്ന ആദ്യത്തെ കപ്പൽ ചോദിച്ചാൽ ഏതാണ്? ഷെൻഹുവ 15 ആണ്. അതേപോലെ രണ്ടാമത്തെ കപ്പൽ ചോദിച്ചാൽ ഏതാണ്? ഷെൻഹുവ 29 ആണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്ന ആദ്യത്തെ മദർഷിപ്പിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? MV സാൻ ഫെർണാണ്ടോ. സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്ന ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലിന്റെ പേരാണ് MSC ക്ലോഡ് ഗാർഡറ്റ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്ന ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലിന്റെ പേരാണ് MSC ക്ലോഡ് ജിറാർഡെറ്റ്. MV സാൻ ഫെർണാണ്ടോ എന്തോന്നാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്ന ആദ്യത്തെ മദർഷിപ്പിന്റെ പേരാണ് MV സാൻ ഫെർണാണ്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 45ാമത് ഫിഡെ ചെസ് ഒളിമ്പ്യാഡ് 2024 വേദി എവിടെയാണ്? ബുഡാപെസ്റ്റ് ആണ്. 2022 വേദി എവിടെയായിരുന്നു? ഇന്ത്യ ആയിരുന്നേ. അപ്പോൾ 45ാമത് ഫിഡെ ചെസ് ഒളിമ്പ്യാഡ് 2024 വേദി ചോദിച്ചാൽ എവിടെയാണ്? ബുഡാപെസ്റ്റ്. 2022 വേദി ഇന്ത്യ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 16 വയസ്സിൽ താഴെ പ്രായമുള്ളവരെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഓസ്ട്രേലിയ. 16 വയസ്സിൽ താഴെ പ്രായമുള്ളവരെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. ചരിത്രത്തിൽ ആദ്യമായി സിവിലിയന്മാരെ ബഹിരാകാശ നടത്തത്തിന് അയക്കുന്ന സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകത്തിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? പോളാരിസ് ഡോൺ ആണ്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി സിവിലിയന്മാരെ ബഹിരാകാശ നടത്തത്തിന് അയക്കുന്ന സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകത്തിന്റെ പേരാണ് പോളാരിസ് ഡ്രോൺ. ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ സാധാരണക്കാരെന്ന നേട്ടം കൈവരിച്ചതാരാണ്? ഐസക് മാനും സാറാ ഗില്ലീസുമാണ്. അതിൽ ഐസക് മാൻ ബിസിനസ്സുകാരനാണ്. അടുത്ത, കൃത്രിമ പേശികളോട് കൂടിയ ആദ്യ റോബോട്ടിക് കാലിന് രൂപം നൽകിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? സ്വിറ്റ്സർലാൻഡ് ആണ്. അപ്പോൾ കൃത്രിമ പേശികളോട് കൂടിയ ആദ്യ റോബോട്ടിക് കാലിന് രൂപം നൽകിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? സ്വിറ്റ്സർലാൻഡ് ആണ്. അടുത്ത, സമാധാന നോബൽ പുരസ്കാര ജേതാവായ മലാല യൂസഫ്സായി നിർമ്മാണം ചെയ്ത ഡോക്യുമെന്ററിയാണ് ലാസ്റ്റ് ഓഫ് ദി സീ വുമൻ. മലാല യൂസഫ്സായിക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ വർഷം ഏതാണ്? 2014 ആണ്. അപ്പോൾ മലാല യൂസഫ്സായി നിർമ്മാണം ചെയ്ത ഡോക്യുമെന്ററിയുടെ പേര് ചോദിച്ചാൽ ഏതാണ്? ലാസ്റ്റ് ഓഫ് ദി സീ വുമൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? KN ഹരിലാൽ. കേരള സംസ്ഥാന 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് KN ഹരിലാൽ. ഈ ധനകാര്യ കമ്മീഷന്റെ കാലാവധി ചോദിച്ചാൽ എത്രയാണ്? 2 വർഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. അടുത്ത, 2023 വയോസേവന പുരസ്കാരത്തിൽ ആജീവാനന്ദ സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് വിദ്യാധരനും G വേണുവിനുമാണ്. വിദ്യാധരൻ G വേണു. 2023 വയോസേവന പുരസ്കാരത്തിൽ ആജീവാനന്ദ സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചവരാണ് വിദ്യാധരൻ, സംഗീത സംവിധായകനായ വിദ്യാധരനും കൂടിയാട്ട കലാകാരനായ G വേണുവിനുമാണ് 2023 വയോസേവന പുരസ്കാരം ലഭിച്ചത്. സാമൂഹിക നീതി വകുപ്പാണ് ഈ പുരസ്കാരം നൽകുന്നത്. സാമൂഹിക നീതി വകുപ്പാണ് വയോസേവന പുരസ്കാരം നൽകുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, സമഗ്രമായ സമീപനത്തിലൂടെ കുടുംബങ്ങളുടെ സന്തോഷ സൂചിക വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതി ചോദിച്ചാൽ ഏതാണ്? ഹാപ്പിനെസ് കേരളം. സമഗ്രമായ സമീപനത്തിലൂടെ കുടുംബങ്ങളുടെ സന്തോഷ സൂചിക വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഹാപ്പിനെസ് കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്? അതിഷി മർലേന സിംഗ്. അപ്പോൾ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് അതിഷി മർലേന സിംഗ്. അതിഷി ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന മൂന്നാമത്തെ വനിതയാണ് അതിഷി. സുഷമ സ്വരാജും ഷീലാ ദീക്ഷിത്തുമാണ് മറ്റ് 2 വനിതകളെ. അതേപോലെ അതിഷി ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് അതിഷി മർലേന സിംഗ്. അതിഷി മർലേന സിംഗ്. അതിഷി മർലേന സിംഗ് ആണ് മുഴുവൻ പേര്. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് അതിഷി മർലേന സിംഗ്. അതേപോലെ ആം ആദ്മി പാർട്ടിയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന മൂന്നാമത്തെ വനിതയാണ് അതിഷി. മറ്റു 2 വനിതകൾ ചോദിച്ചാൽ സുഷമ സ്വരാജും ഷീലാ ദീക്ഷിത്തുമാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ 17ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. ആം ആദ്മി പാർട്ടിക്കാരിയാണ്. ആം ആദ്മി പാർട്ടിയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ചോദിച്ചാലും ആരാണ്? അതിഷി മർലേനയാണ്. നെക്സ്റ്റ്, ലോകത്തിലെ മികച്ച താരമായി തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ചോദിച്ചാൽ ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 33 അപ്പോൾ ലോകത്തിലെ മികച്ച രാജ്യമായി തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 33. അടുത്തത്, രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന പദ്ധതിയുടെ പേരാണ് NPS വാത്സല്യ. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ഏതാണ്? NPS വാത്സല്യ. നെക്സ്റ്റ്, സ്റ്റാർട്ടപ്പ് മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്താനായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? ഭാസ്കർ. സ്റ്റാർട്ടപ്പ് മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് ഭാസ്കർ. ഈ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നിർമ്മല സീതാരാമനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. നിർമ്മല സീതാരാമനാണ് ഈ പോർട്ടൽ എന്തോന്ന് ചെയ്തത്? ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, എമ്മി അവാർഡ് അവതാരകനാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ആരാണ്? വീർദാസ്. എമ്മി അവാർഡ് അവതാരകനാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വീർദാസ്. വീർദാസ് ഒരു ഇന്ത്യൻ സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. 17ാമത് പാരാലിമ്പിക്സ് ആണ് അടുത്തതായി നോക്കാൻ പോകുന്നത്. 17ാമത് പാരാലിമ്പിക്സ് 2024 17ാമത് പാരാലിമ്പിക്സിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? പാരീസ്. അപ്പോൾ 2024 17ാമത് പാരാലിമ്പിക്സിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? പാരീസ് ആണ്. 2024 ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് പാരാലിമ്പിക്സ് നടന്നത്. വേദിയെ ചോദിച്ചാൽ എവിടെയാണ്? പാരീസ് ആണ്. അതേപോലെ 17ാമത് പാരാലിമ്പിക്സിന്റെ മുദ്രാവാക്യം ചോദിച്ചാൽ ഏതാണ്? ഗെയിംസ് വൈഡ് ഓപ്പൺ. മുദ്രാവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നതാണ്. 17ാമത് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 18. ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 29. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം ഉൾപ്പെടെ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 29. 17ാമത് പാരാലിമ്പിക്സിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ചൈന. 220 മെഡലാണ് ചൈന കരസ്ഥമാക്കിയത്. 2ാം സ്ഥാനം ആർക്കായിരുന്നു? ബ്രിട്ടൻ. 124 മെഡലുകളോട് കൂടി ബ്രിട്ടനാണ് 17ാമത് പാരാലിമ്പിക്സിൽ 2ാം സ്ഥാനം നേടിയത്. അടുത്തത്, 17ാമത് പാരാലിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 84.
ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ വ്യക്തികളാണ് സുമിത് ആൻഡിലും ഭാഗ്യശ്രീയും. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ താരങ്ങൾ ചോദിച്ചാൽ ആരാണ്? സുമിത് ആൻഡിലും ഭാഗ്യശ്രീയുമാണ്. അതേപോലെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? ഹർവീന്ദർ സിംഗ്, ആർച്ചർ താരം ഹർവീന്ദർ സിംഗും പ്രീതി പാൽ, അത്ലറ്റിക് താരം പ്രീതി പാലുമാണ് 17ാമത് പാരാലിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ താരങ്ങൾ. ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 29. അതിൽ 7 സ്വർണ്ണ മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയവർ ആരൊക്കെയാണ്? ആവനി ലെഗാരെ, 10 മീറ്റർ എയർ റൈഫിൾസിൽ ആവനി ലെഗാരെ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടി. അതേപോലെ ബാഡ്മിന്റൺ സിംഗിൾസ് പുരുഷ വിഭാഗത്തിൽ നിതീഷ് കുമാർ ഇന്ത്യക്ക് സ്വർണം നേടി. ജാവലിൻ ത്രോ പുരുഷ വിഭാഗത്തിൽ അമിത് ആൻഡിൽ, അമ്പെയ്ത്തിൽ ഹർവീന്ദർ സിംഗ്, ക്ലബ് ത്രോയിൽ ധരംബീർ, ഹൈ ജമ്പിൽ പ്രവീൺ കുമാർ, ജാവലിൻ ത്രോ പുരുഷ വിഭാഗം നവദീപ് സിംഗ്. ഇവർ 7 പേരുമാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് 17ാമത് പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ താരങ്ങൾ. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം.